നമ്മൾ പലരും ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുന്നവരാണ്. പക്ഷേ പലർക്കും അറിയില്ല ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുന്നതിന് പിന്നിൽ ഒരു രസകരമായ കഥയുള്ള കാര്യം. ഒരിക്കൽ ഉണ്ണി ഗണപതി ശിവപാർവതിമാരുടെ കൂടെ ഇരിക്കുമ്പോൾ അച്ഛന്റെ ശിരസിലെ ചന്ദ്രക്കല എടുത്തു കഴിക്കാനൊരുങ്ങി. ശിവൻ ഒരു വിധത്തിൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ അതാ അമ്മാവനായ വിഷ്ണുവിന്റെ വരവ്. വിഷ്ണുവിന്റെ വിരലിലെ സുദർശന ചക്രം കണ്ട ഉണ്ണി ഗണപതി അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്കി. വിഷ്ണുവും ശിവനും സംസാരിക്കുന്ന അവസരം നോക്കി ഉണ്ണി ഗണപതി സുദർശനമെടുത്തു മറച്ചുവെച്ചു. വിഷ്ണു നോക്കുമ്പോൾ തന്റെ സുദർശനം കാണുന്നില്ല. ഉണ്ണി ഗണപതിയോട് സുദർശനം തിരിച്ചുകൊടുക്കാൻ അച്ഛനമ്മമാർ പറഞ്ഞു. അത് കേട്ടതും ഉണ്ണി ഗണപതി സുദർശനം എടുത്തു വിഴുങ്ങി. എന്നിട്ട് ഒരു ചിരിയും. പഠിച്ച പണി 18 നോക്കിയിട്ടും ഉണ്ണി ഗണപതിയുണ്ടോ? വായ തുറക്കുന്നു. ഒടുവിൽ വിഷ്ണു ഒരു ഉപായം പ്രയോഗിച്ചു. ഗണപതിയുടെ മുന്നിൽ ഏത്തമിട്ടു. അത് കണ്ടപ്പോൾ ഉണ്ണി ഗണപതി പൊട്ടിച്ചിരിച്ചു. ആ അവസരം നോക്കി വിഷ്ണു സുദർശനമെടുത്തു. അതിൽ പിന്നെ ഗണപതിയെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും ഏത്തമിട്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഗണപതിയുടെ മുന്നിൽ ഇപ്പോഴും ആളുകൾ ഏത്തമിടുന്നത്.